റിജിത്ത്, മൂന്ന് മുന്നണികൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ് ഇന്നലത്തെ കൊട്ടിക്കലാശം. ആ തരത്തിലുള്ളതായിരുന്നു. ഒരുപക്ഷെ പാലക്കാട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു ആവേശം നിറച്ച കൊട്ടിക്കലാശമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് കയറിയുള്ള പ്രചരണത്തിനൊപ്പമാണ് ഉള്ളത്. അത് രാവിലെ മുതൽ തന്നെ യാക്കര മേഖലയിലാണ് രാഹുൽ ഇപ്പോൾ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ പി സരിൻ കാടാങ്കോട് മേഖലയിലായിരുന്നു. സി കൃഷ്ണകുമാറും നഗരപരിധിയിൽ തന്നെ ആണ് വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് ഇന്നിപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ അവർ സാധ്യമാകുന്ന പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. ഇപ്പോൾ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് വലിയ ആത്മവിശ്വാസമാണ്. ഈ ദിവസം ഈ അവസാന ദിവസത്തിൽ പരമാവധി ആളുകളെ രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ, ഇതിപ്പോ യാക്കര മേഖലയിൽ നേരത്തെ വന്നിട്ടുണ്ടോ? ഈ മേഖലയിൽ നേരത്തെ വരാൻ ആളുകളെ ഇങ്ങനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിലേക്കായിട്ട് നേരിട്ടെത്തുന്നു. അവരോടുമായി യാക്കര 10:10 ഏത് കാലം തൊട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് യാക്കര നമുക്ക് ഇവിടുത്തെ എല്ലാ കട 10:10 ഇവർക്ക് എല്ലാവർക്കും എപ്പോഴും വന്നു പോകുന്നൊരു കട തന്നെയാണെന്നാണ് പറയുന്നത്. നമുക്കിവിടെ കാണാൻ കഴിഞ്ഞാൽ കഴിച്ചിട്ടില്ലേ? ഇല്ലല്ലേ, ഞാൻ അപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് 10:10 കഴിക്കുന്നുണ്ട്. അപ്പം 10:10 ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹാപ്പനിങ് സ്പേസ് ആണ്. ചെമ്മീൻസ് പ്രധാനപ്പെട്ട ഹാപ്പനിങ് സ്പേസ്. ഒരുപാട് കടകളുണ്ട്, ഒരുപാട് നല്ല കടകളുള്ള സ്ഥലമാണ് യാക്കര. യാക്കര വളരെ അവസാന ദിവസമാണല്ലോ നമുക്ക് പ്രചരണത്തിനുള്ള. ഈ ദിവസത്തിൽ രാഹുലിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെ? പരമാവധി ആളുകളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങളിലൂടെയും നേരിട്ടും നിങ്ങളിലൂടെ എത്തുന്നുണ്ട്. കുറെ ആളുകളെ നേരിട്ട് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയായാലും മാക്സിമം ജനങ്ങളിലേക്ക് എത്തുക. ഈ ഇരട്ട വോട്ട് തടയാൻ എന്തും ചെയ്യുമെന്നാണ് എം പി രാജേഷ് പറയുന്നത്. എന്തും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവരൊന്ന് കൃത്യമായി ഇത് പരിശോധിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇപ്പോൾ ഓരോരോ വീടുകളിലെത്തി റിജിത്ത് നേരിട്ട് വോട്ടർമാരെ കണ്ടുകൊണ്ട് അവസാന ദിവസമാണ്, അതായത് മണിക്കൂറുകളാണ്, അങ്ങനെ തന്നെ പറയാൻ പറ്റും. അപ്പം എന്തും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കൃത്യമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു. ഇപ്പം മന്ത്രി നാളെ എന്തോ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ച് പാലക്കാട്ടുകാരെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കുക. മന്ത്രി പാലക്കാടുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുണ്ടോ? അതായത് ഈ ഇരട്ട വോട്ട് വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്ന് എം പി രാജേഷ് വ്യക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. ഈ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അത് തടയാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള നടപടികൾ രാഹുൽ തുടരാം. ഞാൻ പറഞ്ഞത് അതിനെ നമുക്കൊരു ആശങ്കയില്ല. അത് വ്യാജ വോട്ടർമാരെ ഞങ്ങൾ തന്നെ ബൂത്തിൽ ചലഞ്ച് ചെയ്യും. അതങ്ങനെ ഒരു മന്ത്രി പ്രഖ്യാപിച്ചിട്ട് നടത്തേണ്ട കാര്യമല്ല, ബൂത്ത് ഏജന്റുമാർ ചെയ്യേണ്ട പണിയാണ്. മന്ത്രി അതായത് അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടുന്ന നടപടികൾ, സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടുന്ന നടപടികൾ കൃത്യമായി പൂർത്തിയാക്കാതെ ഒരു കൃത്രിമമായിട്ടുള്ള ആശങ്ക സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് രാഹുൽ പറയുന്നത്. സൃഷ്ടിക്കുന്നു. ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് പോളിംഗ് കുറയ്ക്കാനുള്ള ശ്രമമാണ്. അതൊക്കെ പാലക്കാടുകാർ കൈകാര്യം ചെയ്യും. പോളിംഗ് നമ്മളിപ്പോൾ ഇത്രയും പ്രചരണം നടത്തിയ സാഹചര്യത്തിൽ പോളിംഗ് എത്രത്തോളം ഉയരുന്നതാണ്? നന്നായിട്ടുണ്ടാകും. ഇനിയും അതാണ് ഈ പാലക്കാട് നടത്തിയൊരു പ്രചരണം എന്ന് പറയുന്നത്, എന്താ പറയുക, ഒരു കാടടച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്രചരണമായിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം നന്നായി ഉയർന്നാൽ മാത്രമേ മുന്നണികൾക്ക് അതൊരു ആത്മവിശ്വാസമായി എടുക്കാൻ കഴിയൂ. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.